നമ്മൾ ഡാർജിലിംഗ് സിറ്റി കൂടെ രാവിലെ തന്നെ തേരാപ്പൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് പോവായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഓടിക്കുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവാണ്. എന്താ അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തീർച്ചയായും ഡാർജിലിംഗിലാണ്. നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് എത്രാമത്തോ ദിവസമായി, ഏകദേശം 6 മാസം കഴിഞ്ഞെന്ന് വേണം പറയാം. അർഫലേ എന്നൊക്കെ ഒരു ഉഷാറില്ലാത്ത രാവിലെ തന്നെ ആയിട്ട് ഓണാണോ? ചെക്കന് ഇവിടെ വൻ ഫാൻസ് ആട്ടോ. ഇവിടെ വണ്ടി കണ്ടിട്ട് കുറേ ആൾക്കാർ നമ്മളെ ഇന്ന് മെസ്സേജ് അയക്കുന്നു, കുറേ ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ID ഫോളോ ചെയ്യുന്നു. എന്തായാലും കൊള്ളാം. നമ്മളേ ടിബറ്റൻ റെഫ്യൂജി ക്യാമ്പിലേക്ക് വന്നാട്ടോ. ടിബറ്റൻ റെഫ്യൂജി സെൽഫ് ഹെൽപ്പ് സെന്റർ. എന്താണ് സംഗതി എന്നുള്ളത് നമുക്ക് നോക്കാം. ആരുമില്ല, ഒക്കെ ക്ലോസ്ഡ് ആണല്ലോടാ. ഇത് 1959 രൂപപ്പെട്ട ഒരു റെഫ്യൂജി ടിബറ്റൻ ക്യാമ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ വേണം പറയാം, അല്ലെങ്കിൽ ഒരു റെഫ്യൂജി സെൻ്റർ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിമാലയത്തിലൂടെ ട്രക്ക് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന കുറച്ച് 10ഓളം ആൾക്കാർ, കുറച്ച് ആൾക്കാരാണ് ഇനീഷ്യലി ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയത് ഇവിടുത്തെ ലോക്കൽസിൻ്റെ സപ്പോർട്ടോടെ. അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇവരിവിടെ തന്നെ താമസിക്കലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഈ സമയമായപ്പോഴേക്കും 130 ഫാമിലീസ്, ടിബറ്റൻ ഫാമിലീസ് താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ പ്രൈമറി സ്കൂൾ മുതൽ +2 വരെയുള്ള സ്കൂളുകളും കാര്യങ്ങളും ഉണ്ട്. ഇവർ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിക്രാഫ്റ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് ആ ഒരു സെറ്റപ്പിലാണ് ഇവരിവിടെ ജീവിക്കുന്നത്. എന്താ പറയുക, ഇവർക്ക് ഹിമാലയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. പണ്ട് ദളിതലാമ 30ഓളം ആൾക്കാർ, ദളിതലാമയിൽ 30ഓളം ആൾക്കാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു 1910-12 വർഷത്തിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെയും ആൾക്കാരങ്ങനെ വന്ന് ഇവിടെ ടിബറ്റൻസും കാര്യങ്ങളൊക്കെ വന്ന്. ഇതേപോലത്തെ ഒരു സെൻറ്റർ ധർമ്മശാലയിലും ഉണ്ട്. പിന്നെ ലഡാക്കിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടിബറ്റൻസ് ഉള്ളത് കേട്ടോ. എന്തായാലും കൊള്ളാം. ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ പ്രയർ ടൈം നടക്കുകയാണ്. അപ്പോൾ നമ്മളിനി അധികം ഡിസ്റ്റർബ് ചെയ്യുന്നത് നല്ലതല്ല. പോരടാ അല്ലേ? അതല്ല, 30 ദളിതലാമോളം 1910-12 സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സോൾനെസ് ദ 13th ദളിതലാമ തുപ്തോൺ ഗഡ്സോ 1876 മുതൽ 1933 വരെ ജീവിച്ച ആളാട്ടോ. ദ സൈറ്റ് ഓഫ് 3.8060 acres is the gift of the American Emergency Committee for Tibetan Refugees സെപ്റ്റംബർ 1964. ഓ, ഇതിൻ്റെ മേലോട്ടൊക്കെ ഇവരുടെ ഏരിയ തന്നെ കേട്ടോ. കുറേ ഇവരുടെ ബിൽഡിങ്സും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് എന്തായാലും പോവാം. 130 ഫാമിലീസോളം താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യം കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വേണമല്ലോ അല്ലേ? ആ കാണുന്നത് തൻസിൻ റോക്ക് കേട്ടോ. എന്താണെന്നുള്ള സംഗതി എനിക്കും മനസ്സിലായിട്ടില്ല. അല്ലേ? അങ്ങനെ നമ്മൾ ഡാർജിലിംഗിനോട് വിട പറയുകയാണ് ഗൈസ്. എൻ്റെ മോനെ പഴയ ബിൽഡിംഗ് അതൊക്കെ. ഇവിടെ ഇവിടെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും 1 വേ ആക്കി മാറ്റിട്ടോ. ഇത് ഇങ്ങോട്ടുള്ള 1 വേ, മറ്റേ ഭാഗത്തിൻ്റെ നേരെ പാരലായിട്ടോ റൈറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് 1 വേ ആക്കി. അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കുറച്ച് ട്രാഫിക് കുറവാണ്. ഇതാണ് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. 6812 ഫീറ്റ് ഹൈറ്റിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ചെക്കന് ഭക്ഷണം കൊടുക്കണം കേട്ടോ. 2000 ഡീസൽ പറഞ്ഞിട്ടുണ്ട്. 94.25 ആണ് ഇവിടെ വരുന്ന റേറ്റ്. ഈ ഡാർജിലിംഗ് അത്യാവശ്യം ഫുട്ബോളിന് ഫോളോ ചെയ്യുന്ന ടീമാട്ടോ. വെസ്റ്റ് ബംഗാൾ അത്യാവശ്യം ഫുട്ബോളിന് ഫോളോ ചെയ്യുന്ന ടീമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ഡാർജിലിംഗിൽ ഞാൻ 2018 വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ഓരോ രാജ്യങ്ങളുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ നാട്ടിലത്തെ പോലെ, നാട്ടിലത്തെ അത്ര സെറ്റപ്പ് ഇല്ലെങ്കിൽ പോലും
അതിൻ്റെ ഒരു ചെറിയ സെറ്റപ്പിൽ ഇവിടെ ഫുൾ ആൾക്കാർ ഫ്ലാഗ്സും കാര്യങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഫ്ലാഗ്, പിന്നെ പെയിൻറ്റിങ് ചെയ്തൊക്കെ ഫ്ലാഗ്. എന്തായാലും അതൊരു വൈബായിരുന്നു ആ സമയത്ത്. ഞാൻ ഇവിടുത്തെ 1-2 സ്ഥലങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ റോക്ക് ഗാർഡനൊക്കെ ഉണ്ട്, അതൊക്കെ വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് അവിടെ പോയിട്ടൊന്നും കാണാനില്ല ടർഫിൽ. ആ അത് നമ്മൾ വന്ന് ഈ ഡാർജിലിംഗ് വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഈ വരുന്ന റോഡുകൾ എൻജോയ് ചെയ്യുക, അതേപോലെ ഇവിടുത്തെ റെയിൽവേ എൻജോയ് ചെയ്യുക. പിന്നെ നമുക്ക് ഷോപ്പിങ്ങിനാണെങ്കിൽ മാൾ റോഡ് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പീസ് ഓഫ് പക്കോട ഉണ്ട്, അത് നമ്മൾ ഇവിടെ പോയില്ല, അതായത് നേപ്പാളിൽ പോയില്ല, ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല വേറൊരു ജപ്പാനീസ് ടെമ്പിൾ ഉണ്ട്, ടിബറ്റ് ഉണ്ട്, പിന്നെ ടൈഗർ ഹില്ലുണ്ട്. ഈ ടൈഗർ ഹില്ലാണ് നമുക്ക് പോകാൻ പറ്റാത്തത്, ബാക്കിയൊക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ ഇതൊക്കെ അവിടെയും ഇവിടെ അവനും കണ്ടതാണ് അല്ലേ. ഒരു ദിവസം 200 കുറവായിട്ട് നമ്മളിപ്പോൾ ഓടുന്നില്ല കേട്ടോ, നല്ല ഓട്ടാ. കാരണം നമുക്കിങ്ങനെ പെട്ടെന്ന് തീർത്തിട്ട് തിരിച്ചു പോകാനുള്ളൊരു മൈൻഡിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ 6 മാസത്തിലേറായില്ലേ, നമുക്ക് തിരിച്ചു പോകണം. എന്നിട്ട് പൂർവാധികം ശക്തിയോടെ നമുക്ക് വീണ്ടും വന്നിട്ട് നോർത്ത് ഈസ്റ്റ് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. നോർത്ത് ഈസ്റ്റ് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് കവർ ചെയ്യാൻ പറ്റൂല. കാരണം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും പൂർണ്ണതല്ലാത്തൊരു കവറിങ് ആയിരിക്കും. അത് വെറുതെ ഒരു പേരിന് പ്രവർത്തനത്തിന് നമ്മൾ പോകുന്ന പോലെ ആയിരിക്കും നോർത്ത് ഈസ്റ്റിൽ. കാരണം നോർത്ത് ഈസ്റ്റ് കവർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നല്ല ടൈമിൽ പോകണം, അത് മാത്രമല്ല അത്യാവശ്യം നല്ല ടൈം എടുക്കണം. എന്തായാലും മിനിമം നമുക്ക് 2 മാസം എടുത്താണെങ്കിൽ നോർത്ത് ഈസ്റ്റ് കാണും. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നൊരിക്കലും നമുക്ക് ഇല്ലെങ്കിൽ കൊണ്ടാണ്ട് എന്നിട്ട് അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. ട്രെയിൻ പോകുന്നത് 2 ബോഗിയായിട്ടുള്ളത്, അതിനേക്കാൾ കൂടുതലൊന്നുമില്ല. സ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. സൈഡാക്കാനുള്ള കാരണം എന്താടാ പറഞ്ഞോടക്കെ? യെസ്, ബീഫ്. ട്രിപ്പ് തുടങ്ങി 6 മാസമായി. ഇത്ര കാലമായിട്ട് ഞാൻ ബീഫ് കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ബീഫ് കഴിക്കാനുള്ള മൂഡിലാണ്. നേരെ പോയിട്ട് അവിടെ ബീഫ് ഇങ്ങനെ കണ്ടില്ല, അപ്പം പോയി വാങ്ങട്ടെ. കണ്ടില്ലേ ബീഫ്. ഓ ഇത് ഇതാടാ, കാളയാണോ? നല്ല ഉണ്ടോക്കിയാ. നമ്മൾ 100 റുപ്യക്ക് ബീഫ് വാങ്ങി. ഇപ്പൊ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് നമ്മൾ ഉലുവ വാങ്ങിയിട്ടുണ്ട് 10 രൂപക്ക്. പിന്നെ വേറെ എന്താ വേണ്ടത് നിങ്ങൾ നോക്കി കേട്ടോ. जिंजर गार्लिक पेस्ट है क्या? हाँ, वो कितने का? छोटा वाला है क्या? छोटा वाला दे दो एक. അങ്ങനെ നമ്മളിതാ കുറേ ബിസ്ക്കറ്റും കേക്കൊക്കെ വാങ്ങി, ബീഫും വാങ്ങി തിരിച്ച് വണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. യെസ്, കുറച്ച് എക്സൈറ്റഡ് ആട്ടോന്നേ ബീഫ് ഉണ്ടാക്കുന്നുണ്ട്. സർഫിൽ എൻ്റെ ബീഫല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞല്ലോ. അതെ, ഇവിടെ പോകുന്ന റോഡിൽ വെള്ളം നടക്കുന്നൊരു സ്ഥലമുണ്ട്. അത് ഇനി ഇവിടെ നിന്ന് വെള്ളം നടക്കട്ടെ. भैया पानी पी सकता है ना? अरे आराम से पियो भाई. ഇതൊക്കെ മലയിൽ നിന്ന് ഒഴിച്ചിരുന്ന വെള്ളമാണ്, അതുകൊണ്ട് രക്ഷയില്ലാത്ത വെള്ളമായിരിക്കും. ഇവിടുത്തെ ആൾക്കാരൊക്കെ വെള്ളം നിറക്കുന്നു ഒക്കെ ഇവിടുന്ന് കേട്ടോ. നമ്മൾ സിക്കിമിലേക്കുള്ള ഡീവിയേഷൻ എടുത്തിട്ടോ, അതായത് ഗാങ്ടോക്കിലേക്കുള്ള മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. എന്തായാലും എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കോട മൂടി എടുക്കാം കേട്ടോ. പോലീസ് ഓൺ ഡ്യൂട്ടി പോലീസ്.